എല്ലാം ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ, മോട്ടീവ് മൈൻഡ്സ്. ഹായ് ഹലോ, ദിസ് ഈസ് RJ ജിൻസി ഫ്രം ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോയുടെ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ശബ്ദം ഇത് ആദ്യമായിട്ടല്ലേ നിങ്ങൾ കേൾക്കുന്നത്? അതെ, ആദ്യമായി തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് വരെ ഉള്ളിൽ തോന്നിയതും വായിച്ചു കിട്ടിയതും അതുപോലെ സഹപാഠികളുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ടതും കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള അറിവുകളും എൻ്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ചെറു ചിന്തകളായി ഞാൻ പങ്കുവച്ചിരുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിരുന്നു. അവിടെ നിങ്ങൾ തന്നൊരു സ്നേഹവും നിങ്ങളുടെ ഓരോ മെസ്സേജുകളും, നമ്മൾ തമ്മിൽ ഒരു പരിചയവുമില്ല, പക്ഷെ ഒരുപാട് കാലത്തെ പരിചയമുള്ളതുപോലെയാണ് ഓരോരുത്തർ തങ്ങളുടെ അനുഭവങ്ങൾ, തങ്ങളുടെ വേദനകൾ ഒക്കെ വന്ന് പങ്കുവച്ചിരുന്നത്. ആ ഒരു നിങ്ങൾ തന്ന സ്നേഹവും ആ അടുപ്പവും തന്നെയാണ് എന്നെ ഇന്ന് ലണ്ടൻ മലയാളം റേഡിയോ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ചൂടുവെക്കുവാൻ പ്രേരിപ്പിച്ചത്. അതെ, നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്നെന്നെ ഞാനാക്കി തീർത്തത് എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ ആ സ്നേഹവും സന്തോഷവും സപ്പോർട്ടും എല്ലാം ഇനി മുതൽ എനിക്കും ലണ്ടൻ മലയാളം റേഡിയോയുടെ ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിലും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടാകുമല്ലോ അല്ലേ? അപ്പം ആ ഒരു വലിയ സ്നേഹത്തോടെ, ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങളെ എല്ലാവരെയും ലണ്ടൻ മലയാളം റേഡിയോയുടെ മോട്ടീവ് മൈൻഡ്സ് എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഒരുപക്ഷെ പല രാജ്യത്തായിരിക്കാം, പല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും, പല വീടുകളിലായിരിക്കും. അവിടെയൊക്കെ നിങ്ങളുടെ കൂടെ ഒരു ശബ്ദമായി ഉണ്ടാകുക, യാത്ര ചെയ്യുക വലിയൊരു ഭാഗ്യമാണ് അല്ലേ? അതെ, വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു സന്തോഷമായി ഈ നിമിഷത്തെ ഞാൻ കാണുകയാണ്. ഒപ്പം നിങ്ങളും തിരിച്ചാ സ്നേഹവും സന്തോഷവും എല്ലാം നിങ്ങളുടെ സപ്പോർട്ടായിട്ട് തിരിച്ചു തരണം, കൂടെ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ദിസ് ഈസ് RJ ജിൻസി ഫ്രം ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കാണും കണ്ണിലാക്കി തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്നു തീരാതെന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ എൻ മനമാകുമി പെൺമണലാകെ നിൻ ചിരിയാമിളവയിലലയിൽ മിന്നി ഓരായിരം മലരുതിർന്നു വീണൊരു നിലാശയിൽ തരിമണകളുടൻ ഇല്ലയോ നിന്നെ കിനാവ് കാണും കണ്ണിലാകെ തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്നു തീരാതെന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ ആദ്യരാവിൻ ദാഹമിന്നും മാറിടാതോർമ്മയിൽ കാലവർഷം പോലെ പെയ്തു നീരൊഴുക്കായി മാറി ഞാൻ. ഓമലാളെ നിന്നെ മാത്രം തേടി ഞാൻ. കുളിരായതാ ഈ മൃദുടലിനെ ചിറകിന തൊടാൻ പൊതിയുവാൻ വരും മതിവരുമോ പുഴയിലലയിൽ ചൊഴിയായി കഴിയുവാൻ പകലിരവുകളിൽ തിരിയുവാനാവാതെന്നരികിൽ തിരിയുമീതളിനഴകുകളിൽ പകരുവാനാവാതൊന്നെന്നുള്ളിൽ
നിൽക്കും തെന്നലിൽ ഓടി വന്നു നിൻ സുഗന്ധം പാരിജാതം പൂത്ത പോലോമലാളെ പൂനിലാവിൽ മുങ്ങി കിനാവ് കാണും കണ്ണിലാകെ തുള്ളിത്തുളുമ്പി മോഹം പൊയ്ത പോലെ ഒന്നിച്ചിരുന്നു തീരാതിന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ. LMR ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ്. ദിസ് ഈസ് RJ ജിൻസി ഫ്രം ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ്. എല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആണെങ്കിലും അല്ലെങ്കിലും നമ്മളെല്ലാം പറയുന്ന ഒരൊറ്റ ഉത്തരവാണല്ലേ, യാ ഐ എം ഫൈൻ, അല്ലെങ്കിൽ ഞാൻ സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കള്ളം എന്ന് തന്നെ പറയാം അല്ലേ. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓരോ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആ ഒരു കയറ്റവും ഇറക്കവും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ സ്മൂത്തായി പോകുന്നത്. നമ്മൾ ഒരേ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് എപ്പോഴും സന്തോഷമാണെങ്കിൽ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാണ്. നമ്മൾ വേദന എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വേദനയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന കാണണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം വന്നെങ്കിലേ ഉള്ളൂ ഒരു നഷ്ടപ്പെട്ട ഒരാളുടെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെ ഒരാളെ കാണുമ്പം നമുക്കവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കാനോ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാണോ ആയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുമെങ്കിലും ശരിക്കും നമ്മളെല്ലാം എപ്പോഴും സന്തോഷമായിരിക്കരുത് എന്ന് തന്നെയാണ് ഞാനും. കാരണം നമ്മൾ ജീവിതം പഠിക്കണമെങ്കിൽ ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ അത്യാവശ്യം തന്നെയാണ്. അപ്പം ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങളാണ് ഓരോ അനുഭവങ്ങളല്ലേ. അപ്പം ഒരനുഭവത്തിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കും. ഓക്കെ, ആ പേജ് കഴിഞ്ഞു, അത് ടേൺ ചെയ്യുക അല്ലെ. അവിടെ നമ്മൾ സ്റ്റോപ്പായി പോകാതെ അടുത്ത പേജിലേക്ക് പോവുകയാണ്. അടുത്തൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ അത് അടുത്തൊരു പേജായി നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു ആയുസ്, നമ്മളെ തമ്പുരാൻ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ഈ ആയുസ് നമ്മൾ ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മളിൽ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നവരെയും അല്ലെങ്കിൽ നമ്മൾ കുറേ ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയും നമ്മൾ ഈ ലോകത്തിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് തീർക്കുവോളം നമ്മുടെ യാത്ര തുടരണം അല്ലേ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും കേൾക്കാം ഒരു ബ്രേക്കിന് ശേഷം. ദിസ് ഈസ് RJ ജിൻസി ഫ്രം ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ കൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ ഗസലായി പാടുന്നീരാവേരെയാവോർമകൾ ഈശ്വരിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ജീവനിൽ വീണടിയും
അസർമുല്ല ഗന്ധമോടെ മൊഹബത്ത് ചൊല്ലിടേണം. നുണക്കുഴി കവിളൊന്ന് തൊടുത്തിടേണം. സുറുമകൺ തുമ്പിനാലെ അനുരാഗമെയ്തിടേണം. അരുമയായി കുറുകുവാനടുത്തിടേണം. നാണം തോൽക്കുമേതോ മോഹം പൂവിടുമ്പോൾ, രാവും തീർന്നിടുമ്പോൾ മിഴിയുണരാ. ഏഴാം പേരിന്റെ ഓളങ്ങൾ പുൽകിടേണം. റംസാൻ രാവിന്റെ ചേലൊത്ത പെണ്ണാവണം. പോരിതടായി ഈ വനിയിൽ വീണടിയും പൂവൊരു നാൾ പാഞ്ഞിടുമീ തേൻപുഴയായി നീ അകലെ വെണ്ണിലേ നിന്നരികിൽ നിന്നും താരമിന്നു മാഞ്ഞിടുന്നു. നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ. ഗസലായി പാടുന്നീരാവേരെ ആ ഓർമ്മകൾ ഈശ്വരിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം. മഞ്ചൽ കേറി ഒരു മരം വന്നിറങ്ങി കൊഞ്ചും മൊഴിയഴക് കവരുവാൻ. ഇമകൾ ചിമ്പാതോറും കഥകൾ ചൊല്ലാൻ തന്നെ നിസ്സീബുള്ള നീവാൻ. ഇതാ പൊയ്കയിലെ ഗീതാ കൊണ്ട് ഉതുരുവാനും മുനയിലിടണം. പിന്നഴകോ നിന്നരികെ. LMR ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ്. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ് എന്ന പ്രോഗ്രാമുമായി നിങ്ങളോടൊപ്പമുള്ളത് RJ ജിൻസിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിലെ അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ പാളിച്ചകളൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞല്ലേ. കാരണം നമ്മളൊക്കെ ഈ ഒത്തിരി സന്തോഷം മാത്രം ആഗ്രഹിക്കുകയും ഒത്തിരി ഉയർച്ചകളും നന്മകളൊക്കെ ആഗ്രഹിക്കും. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആരും നിലനിൽക്കത്തില്ല. നമ്മൾ ഒത്തിരി തകർന്നു. ഒരുപാട് പേരിൽ എനിക്ക് മനസ്സിലാക്കിയത്തോളം ഈ ജീവിതം അവസാനിപ്പിക്കുവാൻ വരെ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. കാരണം നമ്മൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് അതിന് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുമ്പം പെട്ടെന്ന് അവർക്ക് ഒരു അപമാനം, ഒരു ചിന്ത വരുന്നു. ഇനി ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യണം, ആ ഒരു ഒറ്റ ചിന്തയാണല്ലേ. ഇനി എനിക്ക് അങ്ങോട്ട് ജീവിതമില്ല, അത് മാത്രമായിരുന്നു അവരുടെ ഒരു ഒറ്റ ലക്ഷ്യം. അപ്പൊ അതല്ലെങ്കിൽ പിന്നെ ജീവിതം ഇല്ല എന്നുള്ളതാണ് പിന്നെ ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് മനുഷ്യനൊടുവിൽ എന്താ പറയാ, ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ളൊരു വലിയ മോശമായ തീരുമാനം, വലിയ തെറ്റായ തീരുമാനത്തിലേക്ക് നമ്മുടെ ഒക്കെ ചുറ്റുപാടുമുള്ള ഓരോരുത്തരും വീണു പോകുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, ജീവിതത്തിൽ ചെറിയ ചെറിയ വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ വരും. അപ്പൊ അതിനൊക്കെ കാരണക്കാരാകുന്ന ചില വ്യക്തികളുണ്ടാവും അല്ലെ. ശരിക്കും അവരോടൊക്കെ നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം അവര് ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു വീഴ്ച വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ജീവിതം എന്തായിരുന്നു എന്ന് പഠിക്കത്തില്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണക്കാരാവുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകാതെ, അല്ലെങ്കിൽ അവരോട് വൈരാഗ്യം കാണിക്കുക എന്നതിന് പകരം ഉറക്കെ പറഞ്ഞില്ലെങ്കിലും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടാണെങ്കിലും ഒരു നന്ദി അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും മടങ്ങി വരാം.
என்னை நினைத்ததே முதல் முறை ஜன்னல் திறந்ததே பெயரே தெரியாத பறவை அழைத்ததே மனமும் பறந்ததே இதயமும் இதமாய் மிதந்ததே பகலும் ஒரு மயக்கம் நீங்காமலே நெஞ்சில் இருக்கும் உயிரினுள்ளே உந்தன் நெருக்கம் இருந்தாலுமே என்றும் இருக்கும் நான் இருந்தாலுமே என்றும் இருக்கும் பெயரே தெரியாத பறவை அழைத்ததே இதயமும் இதமாய் மிதந்ததே ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ, മോട്ടീവ് മൈൻഡ്സ്. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളോടൊപ്പം ഞാൻ RJ ജിൻസിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നതുകൊണ്ടല്ലേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാൻ പറ്റിയത് അല്ലേ? ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ. അപ്പം നമുക്ക് ആ സമയത്ത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരുപക്ഷെ നമ്മുടെ കൂടെ ആരും കാണുന്നില്ല. അപ്പം നമ്മൾ തന്നെ പ്രത്യേക ഒരു എഫേർട്ട് എടുക്കും. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ടാകും. അല്ലെ, ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു വഴി എന്താണെന്ന് നമ്മൾ അന്വേഷിക്കും അല്ലേ. അത് വന്നില്ലായിരുന്നെങ്കിലോ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്നും പോകുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോലെ അവിടെ നിന്ന് നമ്മൾ ഒരു വിധത്തിൽ കയറുമ്പോഴായിരിക്കും അടുത്ത കുഴിയിലേക്ക് വീഴുന്നത്. അപ്പം അങ്ങനെ നമ്മളെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ഈ സന്തോഷം മാത്രം ആഗ്രഹിക്കില്ല. ഇടയ്ക്കൊരു വീഴ്ച, ഇടയ്ക്കൊരു ചെറിയ ഒരു മുട്ടൊക്കെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നല്ലതാണ്. നമ്മളറിയാതെ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം, നമ്മളാക്കിയെടുക്കുക. നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ, അല്ലെ നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറേ സ്വപ്നങ്ങളും കുറേ ആഗ്രഹങ്ങളും കുറേ പ്രതീക്ഷകളും നമ്മൾ എത്തേണ്ട കുറേ ഇടങ്ങളുണ്ട്. അവിടെ എത്തപ്പെടാൻ വേണ്ടി നമ്മൾ അതിന് പ്രാപ്തരാകണമെങ്കിൽ നമ്മൾ കുറേ റെഡി ആവാനുണ്ട്. എന്നിലുള്ള ആ ഒരു ഞാനുണ്ടല്ലോ, അത് പുറത്തു വരണമെങ്കിൽ നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് ആരും ഇപ്പോഴത്തെ വിഷമം കണ്ട്, ഇപ്പോഴത്തെ സങ്കടം കണ്ട് വിഷമിക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം കേട്ടോ. അപ്പം നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും മടങ്ങി വരാം. പുതുമഴയായി
ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈ നീട്ടുമോ ഇതുവരെ നീ കിനാവിനോരത്തെ പോലെ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി വീണ്ടും ജീവനിൽ സ്വരലയമേകുവാൻ തിരനുര പോൽ നീന്തി നീ വന്നുണർത്തുമോ മായാശലഭമായി ചിറകുകൾ വീശി നീ തളിരിലയിൽ വന്നുവോ മന്ത്രമോതുവാൻ പാരാകെ അമൃതമുതിരും ചെറുപൂങ്കാറ്റായി നീ ഇതിലേ ഇതുവരെ നീ കിനാവിനോരത്തെ പോലെ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി ജ്വാലാനൗകയിൽ മരതകദ്വീപിലെ നഗരികളിൽ നിന്നു നീ വന്നു ചേരും ഈറൻമുകിലിലെ മണിമഴവില്ലുപോൽ അനുമതി നീ വാങ്ങിടാതിന്നിലാളും ഓർക്കാതെ തരള ഹൃദയം ഇനി താരാട്ടാനായി അരികിലരികിൽ ഇതുവരെ നീ കിനാവിനോരത്തെ പോലെ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈ നീട്ടുമോ ഇതുവരെ നീ കിനാവിനോരത്തെ പോലെ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പൂവേ LMR ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ്. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ് എന്ന പ്രോഗ്രാമുമായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ RJ ജിൻസി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്തായിരുന്നു? എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതായിരുന്നല്ലോ അല്ലേ? പക്ഷെ അതിന് വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ എപ്പോഴും സന്തോഷത്തോടു നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ അതിനു വേണ്ടിയല്ലേ? ഒരു കണക്കിന് ചിന്തിച്ചാൽ ശരിയല്ലേ?
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് സമാധാനം തരണേ, സന്തോഷം തരണേ, സമൃദ്ധി തരണേ, എനിക്കത് തരണേ, ഇത് തരണേ, എല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളൊരു പക്ഷെ അതെല്ലാം നേടിയെടുക്കും അല്ലേ? നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും എല്ലാം നമ്മൾ ഈ സന്തോഷിക്കാനുള്ള വകയെല്ലാം നേടിയെടുക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്നാ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാത്ത ഒരു കാര്യം എന്നാണെന്നറിയോ, നമ്മളിതെല്ലാം നേടിയെടുക്കുമ്പോഴല്ലോ നമ്മുടെ കയ്യിൽ അത് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇതിനു വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിച്ചത്, അല്ലെ ഇതിനു വേണ്ടിയാണോ ഞാൻ ആഗ്രഹിച്ചത്, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നൊക്കെ. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ബന്ധങ്ങളുടെ കാര്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തകർന്നു പോകുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള കാര്യമായാലും ശരി, അല്ലാത്തൊരു കാര്യമായാലും ശരി, നമ്മൾ ഈ സന്തോഷം മാത്രം എപ്പോഴും ആഗ്രഹിക്കാതിരിക്കുക. കാരണം ജീവിതം എന്താണ്, ജീവിതത്തിൻ്റെ ഓരോ കയറ്റിയിറക്കങ്ങൾ അറിയണമെങ്കിൽ, ജീവിതം എന്താണെന്ന് യഥാർത്ഥത്തിൽ നമ്മൾക്ക് രുചിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വേണം. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും പറയത്തില്ലേ, വീണും എഴുന്നേറ്റുമാണ് നടക്കാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് ജീവിതവും, അതേപോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചെറിയ ചെറിയൊരു വീഴ്ചകൾ നമ്മളെ ശരിയായ വഴിയിലേക്ക്, ശരിയായ വ്യക്തികളിലേക്ക്, ശരിയായ ഡയറക്ഷനിലേക്ക് നമ്മളെ നയിക്കുവാൻ ഈ സങ്കടങ്ങൾ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ വീഴ്ചകൾ, ചെറിയ പരാജയങ്ങൾ, ചെറിയ നഷ്ടങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം കൂടുതൽ ചിന്തകളുമായി മടങ്ങി വരുന്നതായിരിക്കും. ദിസ് ഈസ് RJ ജിൻസി ഫ്രം ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. गूंजी सी है सारी फिजा, जैसे बजती हो शहनाइयाँ, लहराती है महकी हवा, गुनगुनाती है तन्हाइयाँ। सब गाते हैं, सब ही मदहोश हैं, हम तुम क्यों खामोश हैं। साज़े दिल छेड़ो ना, चुप हो क्यों गाओ ना, आओ ना, आओ ना, आओ
अब कोई दूरी ना उलझन कोई, बस एक इकरार है। अब ना कहीं हम ना तुम हो कहीं, बस प्यार ही प्यार है। सुन सको धड़कने इतने पास आओ ना, सुन सको धड़कने इतने पास आओ ना। सब गाते हैं सब ही मदहोश हैं, हम तुम क्यों खामोश हैं। अब मेरे सपनों पे तुम ही तुम छाओ ना। आओ ना, आओ ना, आओ ना, आओ ना। गूंजी सी है सारी फिजा, जैसे बजती हो शहनाइयाँ। हे लहराती है महकी हवा, गुनगुनाती है तन्हाइयाँ। सब गाते हैं सब ही मदहोश हैं, हम तुम क्यों खामोश हैं। साज़े दिल छेड़ो ना, चुप हो क्यों गाओ ना। ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ, മോട്ടീവ് മൈൻഡ്സ്. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങളോടൊപ്പം മോട്ടീവ് മൈൻഡ്സ് എന്ന പ്രോഗ്രാമുമായി ഞാൻ RJ ജിൻസി. നമ്മൾ പറഞ്ഞു വന്നത് എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ള വിഷയമായിരുന്നല്ലോ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ സന്തോഷമായിരിക്കുക എന്ന് പറയുമ്പം അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് ബന്ധങ്ങൾക്കിടയിലാണെന്ന് നമ്മൾ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പം ഈ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്തൊന്നും നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. നമ്മളൊറ്റ സുഹൃത്തെന്ന് കരുതിയവർ, അത് നമ്മുടെ കൂടെ നിന്ന് ജോലി ചെയ്തവരാകാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിച്ചവരാകാം, നമ്മുടെ കൂടെ പഠിച്ചവരാകാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരാകാം, നമ്മുടെ അയൽവക്കക്കാരാകാം, നമ്മുടെ ഉറ്റ സുഹൃത്തായിട്ട് നിൽക്കുന്ന വ്യക്തികളെന്ന് നമ്മൾ കരുതിയവർ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറൊരു മുഖം നമ്മൾ നാളെ അവരിൽ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലുതെന്ന് കണ്ട, നമ്മളെയും അതുപോലെ കാണുന്നു എന്ന് കരുതിയ ചില മാനുഷിക ബന്ധങ്ങൾ, അവരുടെ മുഖങ്ങളാണ് നമ്മളെ ഈ സന്തോഷം എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു, അല്ലേ? പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ കരുതേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉറ്റ സുഹൃത്തെന്ന് കരുതുന്നവർ, അല്ലെ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ള തോന്നൽ, അത് നമ്മുടേത് മാത്രമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മൾ തകർന്നു പോകുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നമ്മോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്നവർ, നമ്മുടെ സ്നേഹിതരെന്ന് നമ്മൾ മുദ്ര കൊടുത്തിരിക്കുന്നവർ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതരാകണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയണം. എല്ലാവരെയും സ്നേഹിതരാക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അന്ധമായി ആരെയും വിശ്വസിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി എന്നെ വിട്ടുപോയാലും ഞാൻ എന്ന വ്യക്തി, അല്ലെ എൻ്റെ ഒരു വ്യക്തിത്വം ഞാനത് നഷ്ടപ്പെടുത്തില്ല എന്നുള്ളൊരു തീരുമാനം, നമ്മളൊരു ഉറപ്പ് നമ്മുടെ മനസ്സിന് എപ്പോഴും കൊടുത്തിരിക്കണം, കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും മടങ്ങി വരാം. ലണ്ടൻ മലയാളം റേഡിയോ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
ഏതു കരിരാവിലും ഒരു ചെറു കസവിട തുന്നും കിരണമേ ഈ ഹൃദയവാതിലും പഴുതിലുമൊഴുകി വരൂ. അരികിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരീ പുലരിയിൽ. അങ്ങിങ്ങോ നിൻ പൊൻപേലി മിന്നുന്നുവോ, അതിലൊന്നെന്റെ നെഞ്ചോരമയുന്നുവോ. ഉണർന്നു ഞാൻ ഏതു കരിരാവിലും ഒരു ചെറു കസവിട തുന്നും കിരണമേ ഈ ഹൃദയവാതിലും പഴുതിലുമൊഴുകി വരൂ. ആത്മാവിൻ സങ്കല്പമിന്നിങ്ങനെ മിണ്ടാതെ മിണ്ടുന്നതെന്തോ ഓർക്കാതിരുന്നപ്പോൾ എന്നുള്ളിൽ നീ വന്നോ. തിരശീല മാറ്റുമോർമ്മ പോലവേ സഖി ഒരു നാളമായി പൂത്തുലഞ്ഞു നീ നിന്നെന്തിനോ. അരികിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരീ പുലരിയിൽ. ഞാനാം ഏകാന്ത സംഗീതമിന്നങ്ങനെ മൺവീണ തേടുന്ന നേരം പാടാത്ത പാട്ടിന്റെ തേൻ തുള്ളി നീ തന്നു. തെളി നീലവാനിലേകതാരമായി സഖി ഒരു രാവിൽ ദൂരെ നിന്നു നോക്കി നീ എന്നെ. ഏതു കരിരാവിലും ഒരു ചെറു കസവിട തുന്നും കിരണമേ ഈ ഹൃദയവാതിലും പഴുതിലുമൊഴുകി വരൂ. അരികിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരീ പുലരിയിൽ. അങ്ങിങ്ങോ നിൻ പൊൻപേലി മിന്നുന്നുവോ, അതിലൊന്നെന്റെ നെഞ്ചോരമയുന്നുവോ. ഉണർന്നു ഞാൻ ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ മോട്ടീവ് മൈൻഡ്സ്.
വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. മോട്ടീവ് മൈൻഡ്സ് എന്ന പ്രോഗ്രാമുമായി നിങ്ങളോടൊപ്പം ഞാൻ RJ ജിൻസി. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളും വീഴ്ചകളും വേദനകളും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ആരോട് നമ്മൾ ഒരു പരിധി വരെ മനസ്സ് തുറക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുക. അതല്ല മറിച്ചാണെങ്കിൽ നമ്മൾ കഴിയുന്നതും ആരുമായി ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നാളെ അത് അവർ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. പിന്നെ നാളെ ഒരു സമയം നമ്മളെ കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അതേ ആ ഒരു വേദനയോടുകൂടി നമ്മളെ അവർ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരാൾ അല്ല എങ്കിൽ നാളെ അത് നമുക്ക് തിരിഞ്ഞ് അവരായുധമായിട്ട് അതേ വാക്കുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ വേദനകളെ നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കുക. കാരണം ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ വേറൊരു വ്യക്തിയായി തന്നെ മാറും. കാരണം നമ്മളെ ആ വേദനകൾ, ആ സങ്കടങ്ങൾ നമ്മളെ ഒരുപാട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് നമ്മളെ മാറ്റുന്ന ഒരു വലിയൊരു പ്രക്രിയ നമ്മളറിയാതെ തന്നെ നമ്മളിൽ നടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ വേദനകളൊക്കെ നമുക്കുണ്ടല്ലോ ഒരു ശീലമായി മാറും. ആ ശീലങ്ങളെ നമ്മൾ പിന്നെ ആ വേദനകളെയൊക്കെ നമ്മളങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും. അതൊക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അതിന് മേലിൽ പിന്നെ വരുന്ന വാക്കുകളും പ്രവൃത്തികളും മറ്റതൊന്നും നമ്മുടെ മനസ്സിനെ തട്ടാതെ വണ്ണം നമുക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രത്യേക ബലം, പ്രത്യേക ഒരു ധൈര്യം നമുക്ക് ആ ഒരു സന്ദർഭം അല്ലെ ആ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയും മറ്റൊരു പുതിയ എപ്പിസോഡുമായി, പുതിയൊരു ചിന്തയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ஒரு மனம் நிற்க சொல்லதே, ஒரு மனம் நெட்டி தள்ளதே, எதை நானும் கேட்பது தடுமாற்றம் தாக்குது. தினசரி உன்னை பார்க்கவே, திருடிய நெஞ்சை மீட்கவே, உன் வீட்டை தேடவா, உறங்காமல் தேயவா. தினம் கனம் நீ வந்த சொப்பனம், நினைவில் நிறுத்தனம் வரும் கணம். என் அன்பே ஆயிரம் தினம் வரும், இதுதான் முதல் கணம். ஒரு மனம் நிற்கச் சொல்லுதே, ஒரு மனம் நெட்டி தள்ளுதே, எதை நானும் கேட்பது தடுமாற்றம் தாக்குது. இன்னும் என்ன
மனம் பெய்ய கடவது ஈரம் இனியது முத்தம் கொண்டு துடைப்பது இன்னும் எளியது உள்ளே தூங்கும் மனதிது உறக்கம் கலையுது எத்தனை நாட்கள் பொறுப்பது ஏங்கி தவிக்குது நான் இன்று நான் இல்லை நானல்லாகிறேன் நதி போலே நீ சென்றால் நானும் வளைகிறேன் ஒரு மனம் நிற்கச் சொல்லுதே ஒரு மனம் நெட்டித் தள்ளுதே எதை நானும் கேட்பது தடுமாற்றம் தாக்குது தினசரி உன்னை பார்க்கவே திருடிய நெஞ்சை மீட்கவே என் வீட்டை தேடிவா உறங்காமல் தேயவா தினம் கனம் நீ வந்த சொப்பனம் நினைவில் நிறுத்தனம்